വെട്ടിക്കൊന്നു, ശരീരം നുറുക്കി കഷ്ണങ്ങളാക്കി. പിന്നീട് എല്ലും മാംസവും വേർതിരിച്ചു. എന്നിട്ടും തീർന്നില്ല പക. വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു. ഭാര്യയോടുള്ള തീർത്താൽ തീരാത്ത പകയാണ് ഹൈദരാബാദ് സ്വദേശി ഗുരുമൂർത്തിയെ ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. 35-കാരിയായ വെങ്കിട്ട മാധവിയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ എല്ലാം തുറന്നു സമ്മതിച്ചു. മുൻ സൈനികനായ ഗുരുമൂർത്തിയാണ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കേട്ടാൽ അറയ്ക്കുന്നതും മനസ്സ് മരവിപ്പിക്കുന്നതുമായ അതിക്രൂര കൊലപാതകം. ആന്ധ്രയിലെ പ്രകാശം സ്വദേശി ഗുരുമൂർത്തി ഭാര്യ വെങ്കിട്ട് മാധവിയോട് ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരത. ജില്ലേലഗുഡയിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ശുചിമുറിയിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, ശരീരം നുറുക്കി കഷ്ണങ്ങളാക്കി. പിന്നീട് എല്ലും മാംസവും വേർതിരിച്ചു. എന്നിട്ടും തീർന്നില്ല പക. വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചു. ശേഷം പാക്കറ്റുകളിലാക്കി മീർപെട്ട് കായലിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ക്രൂരതകൾ അക്കമിട്ട് നിരത്തി പ്രതിയുടെ കുറ്റസമ്മതം. തീയതിയാണ് വെങ്കിട്ട് മാധവിയെ കാണാനില്ലെന്ന് മാതാപിതാക്കളും ഒപ്പം ഗുരുമൂർത്തിയും മീർപെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഗുരുമൂർത്തിയെ പോലീസിന് സംശയമുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. 13 വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരാകുന്നത്. 2 മക്കളുമുണ്ട്. മുൻ സൈനികനായ ഗുരുമൂർത്തി നിലവിൽ കാഞ്ചൻബാഗിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ്. തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് പോലീസ്. ന്യൂസ് 18 ഹൈദരാബാദ്.